Hello dear friends, welcome to Swati Swaga Tutorials. In our previous class, we discussed entomophily, zoophily, pollen pistil interaction, etc. Is it? ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അതിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ്. So let's start. We know artificial hybridization means it is a technique in plant breeding program. Okay, അപ്പോൾ plant breeding or plant hybridization ഈ പ്രോസസ്സിലൊക്കെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് artificial hybridization, and it is the process of mixing of two genetically different organisms artificially. Is it? Genetically different ആയിട്ടുള്ള രണ്ട് ഓർഗാനിസത്തിനെ ആർട്ടിഫിഷ്യലി മിക്സ് ചെയ്യുന്ന പ്രോസസ് ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ മിക്സിംഗ് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? To obtain a desirable character അല്ലെ. ഡിസൈറബിൾ ഏറ്റവും നല്ലതായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നു, രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യുക, ആൻഡ് ടു പ്രൊഡ്യൂസ് എ യങ് വൺ വിത്ത് ബോത്ത് ദ സുപ്പീരിയർ ക്യാരക്ടർ ഫ്രം ദിയർ പാരൻസ് അല്ലെ. രണ്ട് പാരൻസ് എന്നുള്ള സുപ്പീരിയർ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ രണ്ട് പാരൻസിനെ സെലക്ട് ചെയ്യുന്നു, മെയിൽ പാരന്റ് ആൻഡ് ഫീമെയിൽ പാരന്റ്, മെയിൽ പാരന്റ് ആൻഡ് ഫീമെയിൽ പാരന്റ് അല്ലെ. അപ്പൊ മെയിൽ പാരന്റിന് ഫോർ എക്സാമ്പിൾ ഇഫ് ദ മെയിൽ പാരന്റ് ഹാവ് എ ക്യാരക്ടർ ലൈക്ക് ഹൈ yield ആൻഡ് ഹിയർ ദ ഫീമെയിൽ പാരന്റ് ഏതൊക്കെയാണ്? ഡിസീസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി അല്ലെ, ഡിസീസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബൈ mixing these two plants artificially there may be a chance to obtain a young one with both the characters. രണ്ടിന്റെയും ക്യാരക്ടേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവും അല്ലെ. ദാറ്റ് ഈസ് ദ യങ് പ്ലാന്റ് with both the characters, that is high yield plus this disease resistant capacity. But ഇതുപോലെ for mixing this desirable character, this is the process of mixing of two genetically different organisms artificially അതിനാണ് എന്ത് പറയാ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആൻഡ് ദിസ് പ്രോസസ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ് എന്താണ്? ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്. ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മിക്സ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും സുപ്പീരിയർ ആയിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക അല്ലെ. മോശമായ ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യുന്നതല്ല, നല്ല ക്യാരക്ടേഴ്സിനെ തമ്മിൽ പരസ്പരം സെലക്ട് ചെയ്യുന്നു, മിക്സ് ചെയ്യുക, രണ്ടിന്റെയും ക്യാരക്ടേഴ്സ് ഉള്ള യങ് വണ്ണിനെ കിട്ടുക എന്നുള്ള പർപ്പസിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് പാരന്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ദ മെയിൽ പാരന്റ് ഹിയർ യൂണിസെയിം നമ്മൾ സെലക്ട് ചെയ്യുന്ന മിക്സ് ചെയ്യുമ്പോൾ ആ പ്ലാന്റിനെ മിക്സ് ചെയ്യാൻ മീൻസ് വാട്ട്? ദ ഫ്ലവേഴ്സ് ആണ് മിക്സ് ചെയ്യുന്നത്. ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മിക്സ് വിത്ത് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെ. ദാറ്റ് ഈസ് മെയിൽ പോളൻ ഗ്രെയിൻ, കളക്ട് പോളൻ ഗ്രെയിൻ ഫ്രം male flower and it is artificially pollinate with the female part, reproductive part. That is here male partner represent ചെയ്യുന്നത് എന്ത്? stamen ആണെന്ന് വിചാരിക്കുക. And suppose this parent male ഒരു യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. യൂണിസെക്ഷൽ ഫ്ലവർ ദാറ്റ് ഈസ് ഒരു സെക്സ് മാത്രം, ഐദർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ഒരു മെയിൽ പാരന്റിന്റെ സ്റ്റേമൻ എന്ന് പറയുന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്തു. ഫീമെയിൽ പാരന്റിൽ ഏത് ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്? ഫീമെയിലുള്ള ഏതാണ്? നമ്മൾ പിസ്റ്റിൽ ഓർ കാർപ്പൽ അല്ലെ, പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് പറയുന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. അവിടെ ഇവിടുന്ന് സ്റ്റേമനും പിസ്റ്റിലും ആണുള്ളത്. ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഈസ് എ യൂണിസെക്ഷൽ. അപ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള പാരന്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? പിസ്റ്റിൽ മാത്രമുള്ള ഒരു ഫീമെയിൽ ഫ്ലവർ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആൻഡ് ഹിയർ മെയിൽ ഫ്ലവറും സെലക്ട് ചെയ്തു അല്ലെ, സ്റ്റേമൻ മാത്രമുള്ള, സ്റ്റാമിനോയിഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്തൊക്കെയാന്നുള്ളത്. ദെൻ ഇതിനെ രണ്ടിനെയും തമ്മിൽ മിക്സ് ചെയ്യുക. ഡിസൈറബിൾ ആയിട്ടുള്ള F1 എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനിലുള്ള ഒരു യങ് വണ്ണിനെ നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിനെ ആർട്ടിഫിഷ്യലി മിക്സ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിസെക്ഷൽ ആണ് പാരൻസ് എങ്കിൽ ആർട്ടിഫിഷ്യൽ മിക്സിങ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇവിടെ എന്തുമാത്രം ഉണ്ടാവുള്ളൂ? സ്റ്റേമൻ ഭാഗത്ത് നമ്മൾ എന്താ കളക്ട് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് പോളൻ ഗ്രെയിൻ അല്ലെ, ഇവിടെ ഇതുപോലത്തെ സ്റ്റേമൻ, അതിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുന്നു. ഈ പോളൻ ഗ്രെയിൻസ് ഇവിടെ ഫീമെയിൽ പാർട്ടിൽ എന്താ ഉള്ളത്?
കാർപ്പലാണുള്ളത്. ആൻഡ് ദിസ് പാർട്ട് ഇസ് കോൾഡ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഇൻസൈഡ് ഓവറി ദർ ഈസ് ഒവ്യൂൾ. Then this collected pollen grain dust on the stigma part. ഇവിടെയല്ലേ ഡയറക്റ്റ് ഡസ്റ്റ് ചെയ്യുന്നത്. സ്റ്റിഗ്മ is the receiving or receptive part of pollen grain. Then this pollen grain start germinate. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ജാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് പ്രൊഡ്യൂസ് pollen tube. pollen tube ഉണ്ടാവുന്നു. pollen tube reaches to this ovary and enters into ovule and fertilized with egg which is present inside embryo sac. embryo sac-ന്റെ ഉള്ളിലുള്ള എഗ്ഗും ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഫ്യൂഷനിലേക്ക് പോകുന്നു അല്ലെ. അതാണ് എന്ത്? റീപ്രൊഡക്ഷൻ സിൻഗമി എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതിലോട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോസസ്സ് നടക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ യൂണിസെക്ഷൽ ആണ് പാരന്റ്സ് എങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റേമൻ കളക്ട് ചെയ്യുക, ഫീമെയിൽ പാർട്ടിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയിട്ട് ഡസ്റ്റ് ചെയ്യുക, പോളിനേഷൻ നടത്തുക, എന്താണ് ബാക്കിയുള്ള ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ആ പ്ലാന്റ്സ് തന്നെ അതിൽ നടക്കും. ക്ലിയർ? ഇനി കണ്ടീഷൻ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ആണ്, അത് ശ്രദ്ധിച്ചു കേൾക്കുക. The male parent and female parent is a bisexual flower. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ മെയിൽ ആയിട്ട് സെലക്ട് ചെയ്യുന്നതും ഫീമെയിൽ ആയിട്ട് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന് ഒരു ക്യാരക്ടറും മറ്റൊരു പ്ലാന്റിലെ വേറൊരു ക്യാരക്ടറും സെലക്ട് ചെയ്യുക. അപ്പൊ ഒന്നിനെ മെയിൽ ഒന്നിനെ ഫീമെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും ബൈസെക്ഷൽ ഫ്ലവർ. ഓക്കെ, ഇവിടെയും ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ എന്ത് തന്നെയാണ്? ബൈസെക്ഷൽ ഫ്ലവർ. ബൈസെക്ഷൽ മീൻസ് എ സിംഗിൾ ഫ്ലവർ വിത്ത് ബോത്ത് റീപ്രൊഡക്റ്റീവ് പാർട്ട്, ദാറ്റ് ഇസ് മെയിൽ പാർട്ട് ആൻഡ് ഫീമെയിൽ പാർട്ട്. അപ്പൊ അവിടെ ആ ഫ്ലവറിനുള്ളിൽ എന്തുണ്ടാവും? അതിന്റെ സ്റ്റിഗ്മ പാർട്ട്, സ്റ്റേമൻ പാർട്ട് ഉണ്ടാവും അല്ലെ. മെയിൽ പാർട്ടായ സ്റ്റേമൻ പാർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഫീമെയിൽ പാർട്ടായിട്ടുള്ള ആരുണ്ടാവും? ദിസ് പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഇത് രണ്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഹിയർ ഫീമെയിൽ ഫ്ലവർ ആയിട്ട് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുന്നു? ഒരു ബൈസെക്ഷൽ, ദാറ്റ് ഇസ് സെക്കൻഡ് പാരന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന എന്തിനാ? ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ആണെന്ന് വിചാരിക്കുക. ഹിയർ ഓൾസോ ഇവിടെ എന്തൊക്കെ കാണാം? ഇതിന്റെ സ്റ്റേമൻ പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ആരുണ്ടാവും? പിസ്റ്റിൽ പാർട്ട് ഉണ്ടാവും. ക്ലിയർ? രണ്ട് ഭാഗങ്ങളുണ്ട്. ദെൻ ഹിയർ ഇതാണ് നമ്മൾ ഇവിടെ നിന്നാണ് പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്യുന്ന പ്ലാന്റ് ഓർ ഫ്ലവർ ഏതാണോ ദാറ്റ് ഫ്ലവർ ഇസ് കൺസിഡർഡ് ആസ് മെയിൽ ഫ്ലവർ ഹിയർ ഓർ മെയിൽ പാരന്റ്. ഇതാണ് നമ്മൾ പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്യുന്ന മെയിൽ ഫ്ലവർ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഇതിനുള്ളിൽ ആരുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും അല്ലെ. ഇവിടെ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. ദിസ് പോളൻ ഗ്രെയിൻ. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ നമുക്ക് കളക്ട് ചെയ്യണം. ദിസ് പോളൻ ഗ്രെയിൻ ആണ് കളക്ട് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യലി വി ട്രാൻസ്ഫർ ദിസ് പോളൻ ഗ്രെയിൻ ടു ഫീമെയിൽ പാർട്ട് ഓഫ് ദിസ് സെക്കൻഡ് ഫ്ലവർ അല്ലെ. ഈ ഫീമെയിൽ പാർട്ടിന്റെ ഈ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ ഡസ്റ്റ് ചെയ്യേണ്ടത്. പോളിനേഷൻ പ്രോസസ്സ് നടക്കണം. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ കാര്യങ്ങളൊക്കെ നടക്കണം അല്ലെ, നോർമല്ല. ഇനി ഇവിടെ നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻസിനെ ഇതുപോലെ കളക്ട് ചെയ്തു. മെയിൽ ഫ്ലവറിന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തു. അത് ഇവിടെ കൊണ്ടുപോയിട്ട് ഡസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡസ്റ്റ് ചെയ്യാൻ നോക്കുമ്പം ഓൾറെഡി ദർ ഈസ് എ സ്റ്റേമൻ അല്ലെ. ഇതേ ഫ്ലവറിന്റെ സ്റ്റേമൻ ഇവിടെ ഉണ്ടല്ലോ. ആ സ്റ്റേമനിൽ ആരുണ്ടാവും? ആ സ്റ്റേമന്റെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് ഇവിടെ ഡസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ദാറ്റ് ഈസ് there may be a chance for a self pollination. സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇവിടെ കൊണ്ടുപോകുമ്പോഴേക്ക് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുമോ? ഇല്ല അല്ലെ, റിസൾട്ട് കിട്ടുന്നില്ല. നമുക്ക് വിചാരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ രണ്ടിനെയും തമ്മിൽ മിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇൻ കേസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ and correct ശ്രദ്ധിക്കാം, if the female flower is a bisexual flower, if the female flower is a bisexual flowers, we have to remove ഇതിനെ എന്ത് ചെയ്യണം? we have to remove the stamen, okay, before transfer of pollen from selected flower. ഈ pollen grain ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. സെൽഫായിട്ടുള്ള സ്റ്റേമനെ റിമൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കും. ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ എന്താ ചെയ്യേണ്ടത്? റിമൂവ് ദിസ് ആന്തർ ഫ്രം, എവിടെ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടത്? ഫ്രം ഫീമെയിൽ ഫ്ലവർ. ഫീമെയിൽ എങ്ങനെയുള്ള ഫ്ലവർ ആണ്? ഫീമെയിൽ ബൈസെക്ഷൽ ഫ്ലവർ. ഫീമെയിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ക്ലിയർ? ഇനി അപ്പൊ അത് നേരത്തെ ചെയ്യണം. ആ ഫ്ലവർ എന്തായിരിക്കും എന്ന് ചെയ്യണം? ബഡ്. അത് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഏർലി സ്റ്റേജിൽ റിമൂവ്. ദാറ്റ് ഈസ് ദിസ് റിമൂവിംഗ് പ്രോസസ് ഈസ് കോൾഡ്
emasculation. This removing process is called what? Emasculation. അപ്പോൾ ഇതാണ് എന്ത്? emasculation. അപ്പോൾ ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ഡൗൺ. emasculation means it is the removal of anther from bisexual female parent. Okay, എപ്പോഴാണ്? ബിഫോർ പെർഫോമിംഗ് ദിസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ദാറ്റ് ഈസ് ഇൻ ഏർലി സ്റ്റേജ് ഓർ യങ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻ ഫ്ലവർ ബഡ് സ്റ്റേജ്. ബഡ് ആയിരിക്കുന്ന സമയത്തിന് എന്ത് ചെയ്യണം? അതിനെ റിമൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ദിസ് സെൽഫ് പോളിനേഷൻ. ക്ലിയർ? ദെൻ അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഇതിനെ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെയുള്ള സ്റ്റേമെനൊക്കെ റിമൂവ് ചെയ്തു. അതിന് ശേഷം ചെയ്യേണ്ട കാര്യം, സ്റ്റേമനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽഫ് പോളിനേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ, സ്റ്റേമൻ റിമൂവ് ചെയ്യുമ്പോൾ. ബട്ട് ദർ മേ ബി എ ചാൻസ് ഫോർ ക്രോസ് പോളിനേഷൻ, അനദർ പോളൻ ഗ്രെയിൻസ് അല്ലെ, വേറെ പ്ലാന്റ്സ് എന്നുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാം? ബൈ ഡിഫറെന്റ് പോളിനേറ്റിംഗ് ഏജൻസ് ഓർ വിൻഡ് ഓർ എനി അതർ ഇൻസെക്ട്സ്, അനദർ പോളൻ ഗ്രെയിൻസ് മേ ഡസ്റ്റ് ഓൺ ദ സ്റ്റിഗ്മ അല്ലെ. വേറെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാം? ഈ സ്റ്റിഗ്മയിൽ വരാനുള്ള ചാൻസ് കൂടുതലല്ലേ അല്ലെ. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? This stigma part cover with a bag, okay, to protect the stigma from unwanted pollen grains. We have to cover the stigma with a cover, that is ഒരു പേപ്പർ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുക. നോർമലി യൂസ് ചെയ്യുന്നത് ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ കവർ ചെയ്യണം, ഒരു ബാഗിനുള്ളിലാക്കിയിട്ട് മാറ്റണം അല്ലെ. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് വാട്ട്? ബാഗിങ്. അതിന് പറയുന്ന പേരാണെന്ത്? ബാഗിങ്. അപ്പൊ ബാഗിനുള്ളിലാക്കി വെക്കുന്ന പ്രോസസ് ആണെന്ത്? ബാഗിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ബാഗിങ് ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് സ്റ്റിഗ്മ ഫ്രം അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ്. അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പം ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇതിന്റെ മുൻപ് തന്നെ ചെയ്യണം. ഏർലി സ്റ്റേജ് we have to remove the stamen, that is called emasculation. Then the stigma is covered with a butter paper bag, that is called bagging, and allow this the stigma or the carpal part to attain maturity. എന്നിട്ട് ആ ഫ്ലവർ കംപ്ലീറ്റ് മെച്യൂർ ആകുമ്പോഴേക്കും നമ്മൾ ബഡ് കണ്ടീഷനിൽ തന്നെ ഈ പ്രോസസ് ഒക്കെ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ബഡ് മെച്യൂർ ആയി ഫ്ലവർ അതെന്ത് ഓപ്പൺ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യാം. Then this flower attain maturity, remove this bag. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ബാഗ് റിമൂവ് ചെയ്യാം. Then collect this pollen grain and dust on the stigma. ക്ലിയർ? അതിനുശേഷം ഇതിനെ ഇങ്ങോട്ട് മെച്യൂർ ആയാൽ ഈ പോളൻ ഗ്രെയിൻസിനെ ഇവിടത്തേക്ക് ഡസ്റ്റ് ചെയ്യാം. Then again റീബാഗിങ് പ്രോസസ്സസ് there. റീബാഗ് വെച്ചാൽ അതിനുശേഷം വീണ്ടും രണ്ടാമത് എന്ത് ചെയ്യുക? വീണ്ടും ഇതേപോലെ തന്നെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് റീബാഗിങ്. റീബാഗിങ് വീണ്ടും ചെയ്യാം അല്ലെ. അപ്പം ബാഗിങ് ചെയ്യുന്നു, allow to attain maturity. Then when the flower attain maturity, remove the bag and pollinate, artificially pollinate the stigma. After that, this stigma part again എന്ത് ചെയ്യണം? കവർ വിത്ത് ബട്ടർ പേപ്പർ, ദാറ്റ് ഈസ് കോൾഡ് റീബാഗിങ്. ക്ലിയർ? അതിനുശേഷം എന്താ സംഭവിക്കുക? പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്നു, പോളൻ ട്യൂബ് ഉണ്ടാവുന്നു, സീഡ് ഫോർമേഷൻ നടക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ക്ലിയർ? അപ്പൊ ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, the process of mixing genetically different organism artificially. Clear? And it is an important technique in plant breeding program and for to attain desirable characters. And the two important steps are emasculation and bagging. Emasculation means a removal of anther from female bisexual flower. Unisexual flower ആണ് parents എങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമില്ല? emasculation. There is no need of emasculation in case of unisexual parents. അപ്പോൾ അതിനുശേഷം ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ബാഗിങ് പ്രോസസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഫൈൻഡ് ഫോർ ടുഡേ. സീ യു ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.